ലൊക്കേഷൻ വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് 500 മീറ്റർ ടാറിട്ട റോഡിലൂടെ സഞ്ചരിച്ചാണ് ഈ വീട്ടിലേക്ക് എത്താൻ സാധിക്കും. കൂടുതൽ വിവരങ്ങളിലേക്ക് ഇനി നമുക്ക് വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. 16x12 അടിയാണ് ഡൈനിങ് ഏരിയയുടെ വലിപ്പം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഒക്കെ ഇടാൻ കഴിയുന്ന സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. വളരെ എലഗന്റായി തന്നെയാണ് ഈ വാഷ് ബേസിൻ കൗണ്ടർ നിർമ്മിച്ചിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിൽ കണ്ടതുപോലെ ഡൈനിങ് ഏരിയയിൽ വളരെ എലഗന്റായി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ ഒരു ലക്ഷറി ഫീൽ കിട്ടുന്നതിന് വേണ്ടി വാം ലൈറ്റ്സിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിന്റെ കിച്ചണിലേക്ക് പോകാം. കാണുന്ന പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയാണ് കിച്ചന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 14x12 അടിയാണ് കിച്ചന്റെ വലിപ്പം. എല്ലാ തരത്തിലുമുള്ള മോഡേൺ ഫീച്ചേഴ്സും കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കബോർഡ്സിന്റെ തീർത്തും അനുയോജ്യമായ ഫ്ലോർ ടൈൽസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നതിനായി താഴെയും മുകളിലും ക്യാബിൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടി ഫോൾ സീലിംഗ് വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 16x12 അടിയാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. കൂടാതെ വാർഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂം കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി ഫോൾ സീലിംഗ് വർക്കൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്.